ഉമ്മൻചാണ്ടി ലോകത്തോട് വിട പറഞ്ഞിട്ടും ഇന്നും മായാതെ മനസ്സിൽ വിളക്കായി പ്രകാശിക്കുന്ന നേതാവ്. ആ പുതുപ്പള്ളിക്കാരൻ എന്നും പുതുപ്പള്ളിയുടെ മണ്ണിലുണ്ടാകും. ഇതാ പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് വക സ്ഥലത്തെ കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന് മന്ത്രി MP രാജേഷ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇതോടെ ഉമ്മൻചാണ്ടിയുടെ മേന്മ ഇടതുപക്ഷം അംഗീകരിക്കുന്ന വേള കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകുന്ന ചടങ്ങിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതും. EMSനെ മാത്രമേ ആദരിക്കാവൂ എന്ന നിലപാട് ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മതി എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം വിദേശത്തായതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി മന്ത്രി വ്യക്തമാക്കി. പുതുപ്പള്ളിയിലെ EMS സ്മാരക ഹാളും ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിർമ്മിക്കുന്ന സിവിൽ സ്റ്റേഷനും രാഷ്ട്രീയ സഹിഷ്ണുതയുടെ ഉദാഹരണമായി നിലനിൽക്കുമെന്നും വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പുതുപ്പള്ളി കവലയോട് ചേർന്നുള്ള പഞ്ചായത്ത് വക സ്ഥലത്തെ കമ്മ്യൂണിറ്റി ഹാളിന് LDF ഭരണസമിതി EMSന്റെ പേര് നൽകാൻ തീരുമാനിച്ചതാണ് വിവാദത്തിന് ആധാരമായത്. പേര് വിവാദം ഒടുവിൽ ഉപവാസത്തിൽ വരെ എത്തി നിന്നു. UDF ഭരിക്കുമ്പോൾ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന കമ്മ്യൂണിറ്റി ഹാള് ഇടത് ഭരണസമിതി എത്തിയപ്പോൾ നവീകരിച്ചു. സാധാരണക്കാർക്ക് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കും സമ്മേളനങ്ങൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി. നടന്നു പോലും പോകാൻ പറ്റാതെ കിടന്ന വഴി മതില് കെട്ടി തിരിച്ച് ടാറിട്ടു. നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകാനും ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. 2 തവണ മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാത്തത് എന്തുകൊണ്ടാണെന്നാണ് UDF ഉയർത്തിയ ചോദ്യം. 4 പതിറ്റാണ്ട് മുൻപ് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ഹാളായിരുന്നു അത്. പുതുപ്പള്ളിയിലെ ഒരു പൊതുസ്ഥാപനത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നത് ജനവികാരമാണ്. അതിനെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ച് അട്ടിമറിക്കുകയായിരുന്നു. ജനഹൃദയത്തിലിടം നേടിയ ഉമ്മൻചാണ്ടി അവഹേളിക്കുന്ന നടപടി കേരളം അറിയണമെന്നായിരുന്നു UDFന്റെ പക്ഷം. കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി തിങ്കളാഴ്ച പുതുപ്പള്ളിയിൽ ഉപവാസ സമരത്തിലൂടെ പ്രതിഷേധിച്ചു. പിന്നാലെയായിരുന്നു മന്ത്രി MP രാജേഷ് എത്തി കമ്മ്യൂണിറ്റി ഹാളിന് പേരിടൽ നടത്തിയത്. ഉമ്മൻചാണ്ടിയുടെ പേര് മതിയെന്ന് പ്രഖ്യാപിച്ചതും.